ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതം അതൊരു സെയിം പാറ്റേണിലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതല്ലെങ്കിൽ എന്നും ഒരേ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു പ്രശ്നം മാറുമ്പോൾ അടുത്ത പ്രശ്നം വരുന്നു. ആ പ്രശ്നം പരിഹരിക്കുമ്പോൾ അടുത്ത പ്രശ്നം വരുന്നു. ഇനിയിപ്പം ധനത്തെക്കുറിച്ചാണെങ്കിൽ കടം മാറിയിട്ട് ഒന്ന് സന്തോഷിക്കാമെന്ന് കരുതിയിട്ട് കുറേ കാലങ്ങളായി. ഒരു രീതിയിലും മാറ്റമുണ്ടാകുന്നില്ല. ഒരു കടം അങ്ങോട്ട് പരിഹരിക്കുമ്പോഴേക്കും അടുത്ത കടം ഇങ്ങോട്ട് വന്ന് കയറിക്കൊണ്ടേയിരിക്കും. ഇനിയിപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിലും ഹെൽത്തിലാണെങ്കിലും ഒക്കെ ഈ ഒരു പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതിനുള്ളൊരു കാരണം എന്താന്ന് പറയുന്നത്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ, നമ്മുടെ പാസ്റ്റിൽ നമ്മൾ ചിന്തിച്ചിട്ടുള്ള ചിന്തകളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ കൊടുത്തിട്ടുള്ള ഇൻഫോർമേഷൻസിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങളുടെ രീതി അനുസരിച്ച് അതൊരു ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിലേക്ക് പ്രോഗ്രാം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ ഒരു ലിമിറ്റഡ് ബിലീഫിനകത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കതിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പുതിയൊരു രീതി എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിൽ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അപ്പോൾ ഈ ലിമിറ്റഡ് ബിലീഫ്സ് എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഫാമിലിയിൽ നിന്നോ, നമ്മുടെ ചുറ്റുപാടിൽ നിന്നോ, സൊസൈറ്റിയിൽ നിന്നോ ഒക്കെ ഉണ്ടാകുന്ന അറിവുകളിലൂടെ, അല്ലെ, ഒരു പരിധിക്കപ്പുറത്തേക്ക് ഉയരാൻ പാടില്ല, ഒരു പരിധിക്കപ്പുറത്തേക്ക് പണം സമ്പാദിച്ചുകൂടാ, അന്നന്നത്തെ ഉപജീവനം കഴിഞ്ഞു പോകുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ കൂടുതൽ ധനം സമ്പാദിക്കുന്ന ആൾ പാപിയാണ് എന്നൊക്കെയുള്ള പല രീതിയിലുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക് എന്നൊക്കെയോ വന്ന് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേഷൻസ്, ഇതുപോലെയുള്ള വിശ്വാസങ്ങൾ, ഇതുപോലെയുള്ള മൂല്യങ്ങൾ, ഇതിനെയൊക്കെ നമ്മളൊന്ന് മാറ്റിമറിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിൽ നമ്മൾ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയുള്ളൂ. ഫ്രണ്ട്സ്, ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു മെത്തേഡ്, അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാനുള്ള ആദ്യത്തെ ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ടോക്ക് റീപ്രോഗ്രാമിംഗ് എന്നുള്ളത് തന്നെയാണ്. അതായത് നമുക്ക് എന്താണ് വേണ്ടത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെ സമീപിക്കുമ്പോൾ എന്നെക്കൊണ്ട് ഇത് പറ്റില്ല, എന്നെക്കൊണ്ട് ഇത് സാധിക്കില്ല, എന്നെക്കൊണ്ട് ഇത് കഴിയില്ല, ഇതിങ്ങനെ പറഞ്ഞ് ഇത് നമ്മുടെ മനസ്സിൻ്റെ, അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു സ്വഭാവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഏതെങ്കിലും ഒരു റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ എന്നെക്കൊണ്ട് പറ്റില്ല. അതായത് ബ്രെയിനിന് ഇഷ്ടം എന്താണ്? സേഫായിട്ട് ഇങ്ങനെ ഇരിക്കുക, അല്ലെങ്കിൽ മടിയനായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷൻസും വിശ്വാസങ്ങളും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മളെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് പറയുമ്പോൾ ബ്രെയിൻ കൂടുതൽ സേഫ് ആവുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ചെയ്യേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കണമെങ്കിൽ നമുക്കതിനെയൊക്കെ ഫേസ് ചെയ്തെങ്കിലേ പറ്റുകയുള്ളൂ. അവിടെ ആ നെഗറ്റീവായിട്ടുള്ള ആ ഇൻഫോർമേഷനെ, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സെൽഫ് ടോക്ക് ഉണ്ട്, എന്നെക്കൊണ്ട് പറ്റില്ല, എന്നെക്കൊണ്ട് സമ്പന്നനാകാൻ കഴിയില്ല, എന്നെക്കൊണ്ട് അതിന് കഴിയില്ല, എനിക്ക് ഒരു വാല്യൂ ഇല്ല, എന്നെ ആരും അംഗീകരിക്കുന്നില്ല, ഇതുപോലെയുള്ള നെഗറ്റീവായിട്ടുള്ള ടോക്കിംഗ് നമ്മളോട് തന്നെ നടത്തി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ അതേ രീതിയിലേക്ക് പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ലൈഫിൽ മാറ്റം ഉണ്ടാവുക? എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാനിന്ന് നിങ്ങളുടെ മുൻപിൽ സംസാരിക്കുന്നു. എന്തായാലും ഇത് AI അല്ലല്ലോ. ഓക്കെ, ഞാൻ ഇതുപോലെ തന്നെ 500, 1000, 10,000 ഇരിക്കുന്ന വേദിയിൽ പോലും എനിക്കിന്ന് സംസാരിക്കുന്നതിന് പ്രയാസമൊന്നുമില്ല. ഞാൻ ധൈര്യത്തോടെ സംസാരിക്കുക തന്നെ ചെയ്യും. പക്ഷേ നേരത്തെ ഇതുപോലെ ആയിരുന്നില്ല ഞാൻ. കാരണം വളരെ ഷൈ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. 4 പേർ കൂടുന്നിടത്തേക്ക് ചെല്ലാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. ഇതും നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള കുറേ ഇൻഫോർമേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു വിശ്വാസങ്ങളുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മളെ തന്നെ പ്രോഗ്രാം ചെയ്തിരിക്കുകയായിരുന്നു. എങ്ങനെ? നെഗറ്റീവായിട്ടുള്ള രീതിയിൽ. അങ്ങോട്ട് പോകില്ല, ഇങ്ങോട്ടേക്ക് പോകില്ല, അല്ലെങ്കിൽ പെൺകുട്ടികൾ വരുന്നിടത്തേക്ക് നമുക്ക് നേരെ ചൊവ്വേ പോയി നിന്ന് സംസാരിക്കാൻ കഴിയുന്നില്ല, ഇങ്ങനെയൊക്കെയോ നമ്മുടെ ഉള്ളിൽ വന്നുകൂടിയ ലിമിറ്റഡ് ആയിട്ടുള്ള വിശ്വാസങ്ങൾ, അല്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞാനും ഒരു നാൾ ഇതുപോലെ പുറകോട്ടേക്ക് പോയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഈ സെൽഫ് ടോക്കിംഗ് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയതോടുകൂടി എൻ്റെ ജീവിതത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളാണ് ഉണ്ടാക്കുവാൻ എനിക്ക് തന്നെ കഴിഞ്ഞത്. കാരണം ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് എനിക്ക് കാണിച്ചു തരുവാനുള്ള ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, അതിനായി നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു മിറർ കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമ്മുടെ ബാത്റൂമിലൊക്കെ മിറർ ഉണ്ടാകും. ആ മിററിന് മുൻപിൽ പോയി നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ റിഫ്ലക്ഷനെ നോക്കി തന്നെ പറയുകയാണ്, ഐ എം എ ലീഡർ, എനിക്ക് നയിക്കുവാനുള്ള കഴിവുണ്ട്, എനിക്ക് ആളുകളുടെ മുൻപിൽ സംസാരിക്കുവാനുള്ള കഴിവുണ്ട്. ഇത് ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ഇത് നിങ്ങൾക്കും ചെയ്യാൻ കഴിയും. എന്താണോ നിങ്ങളുടെ ജീവിത ആവശ്യം, നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കണം, മറ്റുള്ളവർ ബഹുമാനിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ധനവാനാകണം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയണം. അപ്പോൾ നമ്മുടെ റിഫ്ലക്ഷനെ നോക്കി, ആ റിഫ്ലക്ഷനെ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓൾ ഇൻ ഓൾ ബോഡിയെ അല്ല, ഐ ടു ഐ കോണ്ടാക്ട് കൊടുക്കുവാൻ കഴിയണം. ഈ ഐ ടു ഐ കോണ്ടാക്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇതെന്നെക്കുറിച്ചാണ് പറയുന്നത്, ഇതിനി എൻ്റെ അവസ്ഥയാകാൻ പോവുകയാണെന്നുള്ള ബോധം
സബ് കോൺഷ്യസ് മൈൻഡിന് ഈ സെൽഫ് ടോക്കിങ്ങിലൂടെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മിററിലൂടെ സെൽഫ് ടോക്കിംഗ് നടത്തുന്നതിലൂടെ തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യുവാനുള്ള ഏറെക്കുറെ സാധ്യതകൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഒരിക്കലും ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളല്ല എടുക്കുന്നത്. ഇമോഷണലായിട്ട് നമ്മൾ കൊടുക്കുന്ന ഫീലോട് കൂടി നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണോ അതിനെ നമ്മുടെ ഉപബോധ മനസ്സ് ഏറ്റെടുക്കും എന്നുള്ളതാണ്. അതുതന്നെയാണ് നമുക്കുള്ള ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇമാജിനേഷൻ ആണ്, അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ എന്ന് പറയും. ഇപ്പോൾ പ്രസന്റിലുള്ള നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്ക് പോലും ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ ഞാൻ എന്താണ് ഇങ്ങനെ, ഞാൻ ഇങ്ങനെയൊക്കെ ആയാൽ മതിയോ, വളരെ ഷൈ ആയിട്ടുള്ളൊരു പേഴ്സണായി ഞാൻ മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ നാലാളുടെ മുമ്പിലേക്ക് എനിക്ക് പോകുവാൻ കഴിയുന്നില്ല, എന്നെ ആരും എന്താണ് ബഹുമാനിക്കാത്തത്, അല്ലെങ്കിൽ അംഗീകരിക്കാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് പണം സമ്പാദിക്കുവാൻ കഴിയാത്തത്, ഇങ്ങനെ നമുക്ക് നമ്മുടെ ഐഡന്റിറ്റിയെ കുറിച്ച് പോലും ഒരു എന്താ പറയുക, നമുക്ക് തന്നെ ഒരു മതിപ്പില്ലാത്ത അവസ്ഥ അല്ലേ. അപ്പം നമുക്ക് നമ്മളെ തന്നെ ഒരു മതിപ്പില്ല എങ്കിൽ പിന്നെ ഈ ലോകത്തുള്ള മറ്റുള്ളവർക്ക് എങ്ങനെ നമ്മളിൽ ഒരു മതിപ്പുണ്ടാക്കുവാൻ കഴിയും? ആദ്യം ഇത് നമ്മളിൽ നിന്ന് സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. ഫ്രണ്ട്സ്, ഇതിനെ നമുക്ക് തീർച്ചയായിട്ടും മാറ്റുവാൻ കഴിയും. ഈ ഒരു രീതിയിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അതായത് നിങ്ങൾ എന്തായി തീരാനാണോ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഏത് രീതിയിലാകുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ടോക്കിംഗ് സ്റ്റൈൽ, നിങ്ങളുടെ വാക്കിംഗ് സ്റ്റൈൽ, നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്ന രീതി, ഇതൊക്കെ വെറുതെ എങ്കിലും നിങ്ങളുടെ മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്യുക അല്ലേ. ഇത് മനുഷ്യന് മാത്രം ദൈവം കൊടുത്തിട്ടുള്ള ഒരു കഴിവാണ്, സങ്കല്പിക്കുവാനുള്ള കഴിവ്. നമുക്ക് നമ്മളെ തന്നെ ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും സങ്കല്പിച്ചുകൂടെ? ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വേദിയിൽ നിൽക്കുന്നു, നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്ന കുറേ ആളുകൾ, 10,000-കണക്കിന് ആളുകൾ നിങ്ങളുടെ മുൻപിൽ ഇരിക്കുന്നത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കാണാൻ കഴിയുന്നില്ലേ? നടക്കുമോ നടക്കില്ലയോ എന്നുള്ളതൊക്കെ പിന്നുള്ള കാര്യം, അത് ഫ്യൂച്ചറിന് വിട്ടുകൊടുക്കുക. നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇപ്പോൾ നമ്മൾ എന്താണോ നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ ഫ്യൂച്ചറായി മാറുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്ന 10,000-കണക്കിന് ആളുകളെ നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നു. നിങ്ങൾ വേദിയിൽ നിന്ന് അവരെ അഭിവാദ്യം ചെയ്യുന്നു. ഇങ്ങനെ ഈസി ആയിട്ട് നമുക്കത് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ സങ്കല്പശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ, അത് പണമാണെങ്കിൽ പണം, റിലേഷൻഷിപ്പ് ആണെങ്കിൽ റിലേഷൻഷിപ്പ്, നമുക്ക് വേണ്ടുന്ന അംഗീകാരവും ബഹുമാനവും റെസ്പെക്റ്റ്, സ്നേഹം, ഇതൊക്കെയാണെങ്കിൽ ആ രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് കാണുവാൻ ശ്രമിക്കുക. ഇത് സ്ഥിരമായി കണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ ആ പാറ്റേൺ തന്നെ അങ്ങോട്ട് മാറാൻ തുടങ്ങും. രണ്ടാമത്തെ ഈ ഒരു മെത്തേഡിലൂടെ, ഐഡന്റിറ്റി ഇമാജിനേഷനിലൂടെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ കഴിയുന്നതാണ്. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നൈറ്റ് ടൈം പ്രോഗ്രാമിംഗ് എന്നുള്ളതാണ്. നൈറ്റ് ടൈം പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപ് നമ്മുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓപ്പൺ സ്റ്റേജിലായിരിക്കും നിൽക്കുന്നത്. എന്തു കൊടുത്തു കഴിഞ്ഞാൽ അത് റിസീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉറക്കത്തിന് മുൻപുള്ള ആ ഒരു സമയങ്ങളിൽ കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ആ സമയത്ത് ഈ ഹൊറർ മൂവീസ്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുള്ള ഈ ഫൈറ്റിങ്, ഇതൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ കിടക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ബാധിക്കുന്നു. അതായത് നമ്മുടെ ഉറക്കത്തിൽ പോലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ചിന്തകളിന്മേൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവസാനം നമ്മൾ എന്താണോ കണ്ടിട്ട്, അല്ലെങ്കിൽ എന്താണോ കേട്ടിട്ട്, അല്ലെങ്കിൽ എന്താണോ അനുഭവിച്ചുകൊണ്ട് ഉറങ്ങുന്നത്, അതിന്മേൽ ഉപബോധ മനസ്സ് പ്രതികരിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങും. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ മൂടിയായിട്ടാണെങ്കിൽ അതിനുള്ള കാരണം എന്താണ്? അവസാനം നമ്മൾ കണ്ടു കിടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ അവസാനം നമ്മൾ ചിന്തിച്ച് കൂട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഇന്നു മുതൽ നിങ്ങളൊരു മാറ്റം കൊണ്ടുവരിക. നിങ്ങൾക്ക് വേണ്ടുന്ന ഏതെങ്കിലും രീതിയിലുള്ള ഒരു കാര്യം അതിനൊരു അഫോർമേഷനായിട്ട്, ഉദാഹരണം പറയുകയാണെങ്കിൽ അംഗീകാരവും ബഹുമാനവും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്, എനിക്കെല്ലാവരിൽ നിന്നും അംഗീകാരവും ബഹുമാനവും സ്നേഹവും കിട്ടിക്കൊണ്ടേയിരിക്കുന്നു, ഞാൻ ദിവസം തോറും അഭിവൃദ്ധിയിലേക്ക് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു അല്ലേ. ഇതൊരു അഫർമേഷനായിട്ട് നിങ്ങൾ ഉറങ്ങുന്നത് വരെയും, ഉറക്കത്തിലേക്ക് കടക്കുന്നത് വരെയും ഇത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ആദ്യമൊക്കെ കുറച്ച് പ്രയാസമായിരിക്കും, പക്ഷേ കുറച്ച് ദിവസം അത് ആവർത്തിക്കുമ്പോൾ അത് നമ്മുടെ ബ്രെയിനിൻ്റെ ആ ഒരു പാറ്റേണിനെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലേക്ക്, നമ്മുടെ ചിന്താഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലേക്ക് അത് മാറുക തന്നെ ചെയ്യും. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് എന്തെന്നില്ലാത്തൊരു ഉന്മേഷമൊക്കെ അങ്ങോട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. കാരണം എന്താണ്? രാത്രിയിൽ നമ്മൾ ചിന്തിച്ച് കിടന്ന കാര്യങ്ങൾ നമ്മളിത് പറയും തോറും നമ്മുടെ ചിന്തകളിൽ ഇത് പ്രവർത്തിക്കുകയാണ് അല്ലേ. പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയോ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതും സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും ഒക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് ഈ അഫർമേഷൻ പറയുന്നതിലൂടെ. അപ്പം ഈ ഒരു രീതിയിൽ നമ്മുടെ ബ്രെയിനിനെ, അല്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഇതാണ്, റീപ്രോഗ്രാമിംഗ് ചെയ്യാനുള്ള ഒരു വഴിയാണ്. അപ്പോൾ ഈ 3 മെത്തേഡിലൂടെ, ഒന്നെന്ന് പറയുന്നത് സെൽഫ് ടോക്കിംഗ്, രണ്ടെന്ന് പറയുന്നത് ഐഡന്റിറ്റി ഇമാജിനേഷൻ, മൂന്നെന്ന് പറയുന്നത് നൈറ്റ് ടൈം റീപ്രോഗ്രാമിംഗ്. ഈ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്ഥിരമായിട്ട് നിങ്ങളൊന്ന് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊന്ന് സബ് കോൺഷ്യസ് മൈൻഡിനെ ഒന്ന് ധരിപ്പിച്ച് നോക്കിക്കേ.
വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയുവാൻ കഴിയും. ഫ്രണ്ട്സ്, മൈൻഡ് റീപ്രോഗ്രാമിംഗ് ക്ലാസ്സുകളിൽ പങ്കെടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 10 ദിവസത്തെ നമ്മുടെ കോഴ്സിൽ കൂടി തന്നെ നിങ്ങളിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാനായിട്ട് ഈ കോഴ്സിൽ കൂടി കഴിയുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച് ആൻഡ് ഗോഡ് ബ്ലസ് യു ഓൾ.